1.5 മാസമായിട്ട് ഇതാക്കണം. നമുക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി. എന്താ പണി ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മക്കളെ പോലെ തന്നെ ഭയങ്കരമായിട്ട് മടിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഫുള്ള് മടിയാണ് കേട്ടോ. എന്തിനും ഏതിനും മടി. ഇതാ ഫ്രീ പറയണ പോലെയാണ് ഇപ്പം എൻ്റെ കാര്യം. ഇന്ന് പിന്നെ ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സബ്ജക്ട് കോഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ നമ്മളെ പരസ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യപരിപാടിയിലേക്ക് അങ്ങോട്ട് വരല്ലേ. ഇന്നത്തെ പരിപാടി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ആദ്യം നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതാ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും ചെറിയൊരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആക്കിയതാണ്. അപ്പം രാവിലെ എല്ലാവരും ഒരു വട്ടം നീക്കുള്ളൂ. ഞാൻ 2 വട്ടം നീച്ച് വരലുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരു 6 മണിയാകുമ്പോൾ നീച്ചിട്ട് മൂപ്പർക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മൂപ്പരെ പണിക്ക് പറഞ്ഞേക്കും. എന്നിട്ട് രണ്ടാമത്തെ ഒരു വട്ടം കിടക്കും. പിന്നെ മക്കൾ നീക്കുമ്പോഴാണ് കേട്ടോ നീക്കൽ. പിന്നെയാണ് ബാക്കി പരിപാടികളൊക്കെ എടുക്കാനുണ്ടാകുക. അങ്ങനെയാണ് ഇപ്പം നമ്മളെ റൂളുകൾ കടന്നു പോകുക. നമ്മൾ ടൈം ടേബിളൊക്കെ ഏതോ ദുനിയാവ് കൊണ്ടുപോയി വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്ന് നല്ല ഒരു 1.5 മാസമായിട്ട് ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇങ്ങനെയാണ് നീക്കണത്. രാവിലെ പുഴയ്ക്ക് പോകലില്ല, രാവിലത്തെ കൂളിയൊക്കെ കഴിയുമ്പോഴത്തിന് തന്നെ ഉച്ചയാകുകയാണ്. അപ്പോൾ അങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ പോണത്. അതിപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നോക്കിയാൽ ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കുമ്പോഴാണ് നമ്മൾ വിടുന്ന വീഡിയോ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ലയെന്ന് ചിലവരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ. എന്നാലൊന്നും ചെയ്ത് വെച്ചോളൂ. പിന്നെ ഒന്ന് കമൻറ്റ് ഇടാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ നല്ലതൊക്കെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് വളരെയധികം കുറവാണ്. അപ്പം അങ്ങനെ കേട്ടോ ആ പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞു നിർത്തിയത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്നൊക്കെ പറയണം. അതൊരു പ്രതിജ്ഞ പോലെയാണ് ഇപ്പം. അപ്പം അങ്ങനെ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് അടിച്ചു വരട്ടെ. ഇനിയിപ്പോൾ രാവിലത്തെ ചായയും കടി കുറച്ചുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് ബാക്കി ഉണ്ടാക്കണം കേട്ടോ. മൂപ്പർക്കില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾക്കില്ല ഉണ്ടാക്കണം. അതിന് മുന്നേ ഞാനൊന്ന് മുറ്റം അടിച്ചു വരട്ടെ. മക്കളതാക്കണ തലങ്ങും വിലങ്ങൊക്കെ നീച്ച് വരുന്നുള്ളൂ. പൂച്ച വരെ ഇതാ ഭയങ്കര ഉറക്കമാണ്. ഉറക്കം കണ്ടിട്ട് പൂതിയാകുക പിന്നെയും കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഉറക്കം എന്തോ തീരുന്നില്ല. പുറത്താണെങ്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അങ്ങനെയാണ്. ഉച്ചയാകുമ്പോഴത്തേനും പ്രതീക്ഷയാണ് മഴ പെയ്യുന്നില്ലത്. പക്ഷെ ഇതുവരെ ഇവിടെ പെയ്ത് വന്നിട്ടില്ല കേട്ടോ. ആ നിലമ്പൂർ ഭാഗത്തു കൂടെ ഒക്കെ പെയ്തു എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തു കൂടെ പെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തുവെച്ച വീഡിയോസാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നീച്ചിട്ട് ഇതാ രാവിലെ തന്നെ നാളികേരത്തിന് വെള്ളം കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തെങ്ങ് പണി മുടക്കിയിരിക്കണ്. അതുകൊണ്ട് തന്നെ നാളികേരം ഇങ്ങനെ കൊഴിഞ്ഞാടുന്നുണ്ട്. നാളികേരമല്ല, ഇളനീരിങ്ങനെ കൊഴിഞ്ഞാടുന്നുണ്ട്. അപ്പോൾ ഓരോന്നും കിട്ടുമ്പോൾ ഓല് ഇതാക്കണ എടുത്തുകൊണ്ട് വന്നിട്ട് ഓട്ട കുത്തി വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇതാക്കണ എല്ലാവരും ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് പുട്ടും ചായയാണ് ഉള്ളത്. അങ്ങനെ ഇതാക്കണം. അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ മുറ്റം പകുതി അടിച്ചു വാരിയിട്ടല്ലേ ഉള്ളല്ലോ എന്നൊരു ചിന്ത വന്നതിൽ മണ്ടി വന്നാണ്ട് ഒന്നും കൂടി മുറ്റം അടിച്ചു വാരിയിട്ടോ. രാവിലെ മക്കൾക്ക് തോന്നിയാലാണൊന്ന് മുറ്റം അടിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ ഓല് നീക്കുമ്പോഴത്തേന് ഞാൻ തന്നെയാണ് അടിച്ചായിട്ട് തീർക്കലാണ്. പിന്നെ നമുക്ക് തട്ടാനും കൊട്ടാനും പൊറുക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊന്നും ഓലെ കൊണ്ട് നടക്കൂല. അപ്പോൾ നടക്കായ്മ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞെടുപ്പിക്കലാണല്ലോ. അപ്പം കുട്ടികളാണ് കെട്ടിച്ച് വിടാല്ലേ. അത് തലമുറകളായിട്ട് നമ്മൾ കേട്ട് വരുന്നതാണ്. ഏതായാലും കുട്ടികൾക്ക് 2 മാസത്തിലല്ലേ ഉള്ളൂ ലീവ്. അപ്പോൾ ഓലെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചാണ്. ഇവിടെ ഇത്തിരി കൂടുതൽ പൊറുക്കി വെക്കാനുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൊറുക്കി വെക്കാനുണ്ട്. ഇതിങ്ങനെ പൂച്ചകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വളർത്തുന്ന പൂച്ചയൊന്നല്ല, എന്നാലും ഒരുപാട് പൂച്ചകളുണ്ട്. പാവം തോന്നുമ്പോൾ കുറച്ച് ചോറ് അവിടെ എവിടെയെങ്കിലും ഇട്ട് കൊടുക്കണതാണ്. പിന്നെ പോലും ഇവിടുന്ന് വട്ടറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്ത് കൂടെ വന്നാൽ കാക്ക പൂച്ച അതേപോലെ തന്നെ കോഴി ഇഷ്ടംപോലെ ഉണ്ടാവും. ഒന്നും ഞങ്ങളതല്ല, കോഴികൾ തന്നെ ഒരു 3-4 ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെ മുറ്റടിച്ചു വരലും കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകാണ്ടിരുന്നു. അതും കൂടി കഴുകി പിന്നെ ഒരു കുളി അങ്ങോട്ട് വാസാക്കിയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് തന്നെയാണ് കുളി. രാത്രി പുഴയ്ക്ക് പോകലാണ് തീരുമാനമൊക്കെ ആയിട്ട്. പിന്നെ രാവിലെ ഒരു നല്ല കാക്കക്കുളിയാണ് കുളിച്ചാൽ സമാധാനമാകുമല്ലോ. അങ്ങനെ എന്താ പുട്ടും അതേപോലെ തന്നെ കിഴങ്ങിൻ്റെ കറി ഉണ്ട് കേട്ടോ. കിഴങ്ങിൻ്റെ കറിയല്ല, മസാല പോലെ ഉണ്ടാക്കിയത്. അതും കൂട്ടി ചായ ഒക്കെ കുടിച്ചപ്പോൾ ഒരു സമാധാനമായി. ഇനിയിപ്പോൾ അടുത്ത പണിയാണ് കേട്ടോ. ചോറ് ഇതാക്കണ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കില്ല, ചാറുണ്ടാക്കട്ടെ. ചാറ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു, പൊരിച്ചത് ബാക്കി. അതിനോടൊന്നൊരു ചാറുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ ചിക്കന്. അപ്പോൾ അതിനോടൊന്ന് തൊട്ട് കൂട്ടാനായിട്ട് ഒരു കറി ഉണ്ടാക്കട്ടെ. അതിക്ക് ഉള്ളിയും തക്കാളിയും വെള്ളിയെല്ലാം ഒക്കെ പാടിട്ടിട്ട് വലിയൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഉച്ചക്കത്തെ കാര്യം ഉസാറായി. അപ്പം കൺകെട്ടില്ല വിദ്യ ഉണ്ടല്ലോ, അത് നമ്മളെ കവിഞ്ഞിട്ട് തന്നെ ഉള്ളൂ. ബാക്കി കാര്യമല്ല. ഒരു ഇത്തിരി സാധനമാണെങ്കിലും അത് ഒത്തിരി ആക്കാൻ നമുക്ക് ആരും പഠിപ്പിച്ചൊന്നും തരണ്ട. അങ്ങനെ ഉണ്ടായിക്കോളൂല്ലേ. അപ്പം അങ്ങനെ ഒരു 3-4 ഒരു ഏറിയാലൊരു 5-6 കഷ്ണം ഇറച്ചി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. അത് പൊരിച്ചതാക്കുന്ന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
പൊതുവേ ഇതാകണം എൻ്റെ തൊള്ളേന്ന് വിൽക്കണത് കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് ജീവിക്കണതെന്നുള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്തിരി ചിക്കൻ കൊണ്ട് നമുക്ക് ഒത്തിരി കറി ഉണ്ടാക്കണം. ഒത്തിരി എന്നല്ല, ഒരു വിധ കറി ഉണ്ടാക്കണം. അത് ഉച്ചക്കൊക്കെ കൂട്ടും വേണം കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു കറി തേടി പോകാനായിട്ട് എനിക്ക് ആവൂലെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അതിന് കറി ഉണ്ടാക്കണത്. അതിനിപ്പോൾ 2 വല്യുള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഇന്ന് കാണേണ്ട സകലമാന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെട്ടി നുറുക്കി വെക്കട്ടെ കേട്ടോ. ആ പരിപാടി ഒന്ന് തീർക്കാനായിട്ടാണ്. ഇറച്ചി കഷ്ണം കിട്ടിയിട്ടില്ലെങ്കിലും കായം കൂട്ടിയെങ്കിലും തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് വല്യുള്ളിയൊക്കെ തറപറാന്നും പറഞ്ഞിട്ട് എടുക്കണത്. അപ്പോൾ വേഗം വല്യുള്ളി തോന്നിട്ടാൽ രസവും ഉണ്ടാവില്ല. എന്നപ്പോൾ അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ഇട്ടാണല്ലോ നമുക്ക് കുറുമ പോലെയോ അതേപോലെ തന്നെ കടായി പോലെയൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയാണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് ഒരു വെക്കലിട്ടല്ലോ. അങ്ങനെയാണെന്ന് തോന്നുന്നു കടായിയൊക്കെ വെക്കൽ. അപ്പോൾ കടായിക്ക് ഇതാ സോസുകളൊക്കെ വേണം. നമുക്ക് സോസിൻ്റെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇതാ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കണത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയെന്ന് പറയാനായിട്ട് ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. അതൊക്കെ അൽക്കുലത്തെ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. നമുക്ക് വേറെ റെസിപ്പി ഇടാണ്ട് കേട്ടോ. കുറച്ച് സാധനം ഉണ്ട് ഇവിടെ. ഇതുവരെ ഉണ്ടാക്കാത്ത ഒരൈറ്റം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ഇട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയത്. വൈകുന്നേരത്തോടു കൂടിയാണ് ആ ഒരു സാധനം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതും ഞാൻ ഉണ്ടാക്കിയതും കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ തപ്പിത്തെരഞ്ഞൊക്കെയാണ് സംഭവം ഉണ്ടാക്കിയത്. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് വരെ ഒന്ന് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കറിക്ക് ചിക്കൻ ഇതാക്കണ ഒരു 5-6 ഉള്ളൂ. 5 ഉള്ളൂ എന്നപ്പോൾ ഈ കാണിച്ചു കൊണ്ടുവരുന്നത്. സംഭവത്തിൽ 5 തന്നെ ഉള്ളൂ കേട്ടോ. അത് വല്യുള്ളിയൊക്കെ ഇട്ടിട്ട് അവിടെ നീട്ടി വലിച്ചുണ്ട് ഒപ്പിച്ചാലുണ്ടല്ലോ സമാധാനമാണ്. പിന്നെ അയക്ക് നോക്കണ്ടല്ലോ, കുട്ടികളിപ്പോൾ ആ കായം കൂട്ടി തിന്നാലും മതി. നമുക്കിപ്പോൾ അതൊന്നും വേണമെന്നൊന്നുമില്ല. കുറച്ച് ഉപ്പും കുറച്ച് മുളകും കൂടി കിട്ടി നമ്മളെ ചോറ് ഉസാറായിട്ട് തിന്നും. നമുക്ക് പിന്നെ അത്ര നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും ഇപ്പോൾ ആ ചോറ് വെള്ളയിലാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആ ചിക്കൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ വെച്ചാലുണ്ടല്ലോ അപ്പോൾ ഉഷാറായിട്ട് നമ്മളെ ചോർക്കൊരു കൂട്ടാനുണ്ടാക്കാം. എന്നാൽ ഒട്ടും മടുപ്പില്ലാത്തൊരു കൂട്ടാനും ആകണം. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത്തിരിയും കൂടി വെള്ളം വരണം, കാരണം നമുക്ക് കറി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഏകദേശം ഒരു സുമാറ് കണക്കിനാണ്ട് ആലോചിച്ചാണ്ട് ഇതായാലും കുറച്ച് വെള്ളം പാർന്നിക്കണം കേട്ടോ. വെള്ളം പാർന്ന് ഏറിയെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ചിക്കൻ മസാലയാണ് ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു ചൂരുമാണൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ കണ്ടാൽ ആ തേങ്ങ അരച്ച പാർന്ന പോലെ ഉണ്ടല്ലേ. പക്ഷേ തേങ്ങ ഒന്നും അരച്ച് പാർന്നിട്ടില്ല കേട്ടോ. ആ ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് അതൊന്ന് അരച്ചെടുത്തു, അത് ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ എന്താ ചിക്കൻ പൊരിച്ചത് പറയുന്നത് അത് അത്ര തന്നെ ഉള്ളൂ, പേരിന് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ചൊയും മണമൊക്കെ കൊണ്ടാണ്ട് ഇതാ മക്കൾ തിന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചേക്കണേ. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വറ്റി അങ്ങോട്ട് വരട്ടെ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചാണ്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരം മൂപ്പര് ഇവിടുന്നോ കൊണ്ടുവന്ന കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങ വെറും മാങ്ങയല്ല, വള്ളി മാങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ കാട്ടിലൊക്കെ ഉണ്ടാക്കണ ആ ഒരു സൈസാണ് ഇപ്പോൾ ഇത്. സംഭവത്തിൽ ഞാനിത് അച്ചാറിട്ടിട്ടേ ഇല്ല കേട്ടോ. അച്ചാറിടാൻ പൊതുവേ ഞാൻ ബാക്കിക്കാണ്. ഇറച്ചി മീനൊക്കെ നല്ല ഉഷാറായിട്ട് വെക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അച്ചാറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. തിന്നാൻ നല്ല രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ആരെങ്കിലും ഇട്ട് എന്നാൽ മൂക്കുമുട്ട തിന്നാൻ ഞാൻ റെഡിയാണ്. അച്ചാർ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. സത്യത്തിൽ എനിക്ക് അത് അറിയില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കിയാൽ. എന്നാലും ഇപ്പം അതിനെ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ആരടുത്ത് കൊണ്ടുപോയി കൊടുക്കാനും വെച്ചാൽ. അപ്പം ഞാൻ തന്നെയാണ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് വേഗം കണ്ട് തിരിഞ്ഞേക്കടത് കഴുകിയിട്ടൊന്നുമില്ല. അത് ആദ്യം ഈ ഒരു ഇതാകണം മുന്തിരിക്കൊല പോലെ നിൽക്കല്ല, അതൊക്കെ ഒന്ന് അടർത്തി എടുക്കണം കേട്ടോ. ഇത് ഓരോന്നാക്കി എടുക്കണം. അപ്പോൾ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു കറ ഉണ്ടല്ലോ. അപ്പോൾ ആ കറയൊക്കെ പോകണമെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം ഉപ്പിലിട്ട് വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 3-4 ദിവസം ഉപ്പിലിട്ട് വെക്കാനൊന്നും എനിക്കില്ല, ടൈമില്ല. അതിനോണ്ട് ഞാനെന്തോന്ന് വേവിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിട്ട്. ഒന്ന് തിളപ്പിച്ചെടുത്താൽ ഇതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ ആ പരിപാടിക്കാണ് ഇനി നിൽക്കുന്നത്. ആ പരിപാടിക്ക് നിൽക്കുന്നതിൻ്റെ മുന്നേ ഇതുമ്മത്ത് ഈ ഒരു വള്ളിമൊന്നൊന്ന് അടർത്തി എടുക്കട്ടെ കേട്ടോ. ഏതായാലും വെറുതെ ഇരുന്ന് അടർത്തുകയാണ്. അപ്പോൾ ടി വി ഒക്കെ വെച്ച് ഒരു പാട്ടൊക്കെ കേട്ടിട്ട് അതിൻ്റെ ആ ഒരു മൂഡിൽ അങ്ങോട്ട് എടുത്താണ്ടല്ലോ വേഗം പരിപാടി കഴിയുമല്ലോ. അപ്പോൾ കുറേ ദിവസമായില്ല നമ്മളെ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് വെള്ളി വിൽക്കുന്നുണ്ട്, ഇടയ്ക്കും തലക്കുമായിട്ട് ഇങ്ങനെ വെള്ളി വിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പറയണ്ടേന്ന് അറിയണില്ല. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ആ വള്ളിമണ്ണൊക്കെ അടർത്തി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണ്. അപ്പോൾ ഞാൻ തോന്നുന്നു വെന്ത് വരുമ്പോഴത്തേനൊന്ന് ചോറുന്നു കേട്ടോ. ചോറുന്നിട്ടില്ലെങ്കിൽ പളി പാളും. അങ്ങനെ ഉപ്പേരി ഉണ്ട്, നമ്മളെ അടിപൊളി ചിക്കൻ്റെ ആ ഒരു ഗ്രേവി പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി ചോറ് തിന്നും.
പിന്നെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് പറഞ്ഞത് പ്രകാരം ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു, അതിക്ക് ഇതാകണ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും, കുറച്ച് നല്ല എരിയില്ല മുളകും പൊടി കേട്ടോ. അപ്പോൾ ഇതിട്ട് കുറച്ച് തോന ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് യൂട്യൂബിൽ കണ്ടത്. തീ ഓഫാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇത് നല്ലപോലെ കരിഞ്ഞാണ്ട് വേറൊരു കളറാകുമല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം തീ ഓഫാക്കി വെച്ചു. തീ ഓഫാക്കി വെച്ച് കഴിഞ്ഞേരെയാണ് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ. അച്ചാറും പൊടി കുറച്ച് തോനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അറഞ്ചും മുറിഞ്ചും അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണല്ലോ ഒരു രസമാണല്ലോ അച്ചാറും പൊടി ഇട്ടിട്ട്. വെറുതെ മാങ്ങ അച്ചാറും പൊടി ഇട്ട് എണ്ണയിലുണ്ട് കടുക് വറവിട്ടുണ്ടല്ലോ, അതൊരു അച്ചാറായിട്ടോ. മാങ്ങ അച്ചാറൊക്കെ നല്ല എളുപ്പമാണ്. ഇതേപോലത്തെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടില്ല അച്ചാറൊന്നും ഞാൻ അങ്ങനെ ഇടലില്ല. ആരെങ്കിലുമൊക്കെ ഇട്ട് കാണുമ്പോൾ അവിടുന്ന് കുറച്ച് വാങ്ങിക്കൊണ്ടുവരാന്നല്ലാതെ ഞാൻ ഇടലില്ല കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ അത് ആദ്യമായിട്ടാണ് അച്ചാറിടുന്നത്. അങ്ങനെ ഉലുവ കടുക് കായൊക്കെ പൊടിച്ചാണ്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ആ ഒരു വേവിച്ച സാധനം ഉണ്ടല്ലോ നമ്മളെ വള്ളിമാങ്ങ, അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ അച്ചാറും പൊടിയും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. മൂക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം കണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുമ്പോൾ, ആ മണമൊക്കെ ഇങ്ങനെ വരുമ്പം നമുക്ക് ആ ഒരു വേവിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ച സാധനം ഉണ്ടല്ലോ നമ്മളെ കണ്ണിമാങ്ങയല്ല വള്ളിമാങ്ങനെ ഇതാക്കണം, ഇതിലിട്ട് കൊടുക്കട്ടോ. ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിച്ചാണ്, അപ്പോൾ ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇളക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെന്ത് ഉടയൊന്നുമില്ല, അതുപോലെ തന്നെയാണ് നിൽക്കുക. പൊതുവേ ഈ നെല്ലിക്കൊക്കെ അച്ചാറിടുമ്പോൾ ഇങ്ങനെ തന്നെയാണല്ലോ, വലിയ ഉടച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അതേപോലെയാണ് ഇപ്പോൾ ഇത് നിൽക്കണത്. പക്ഷേ രസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തിന്ന ഒരു പരിചയമുണ്ട്, നമ്മൾ ചാത്തല്ലൂരിൽ നിന്ന് അവിടെ മലൻ്റെ ചോട്ടിലാണല്ലോ നമ്മളെ തറവാട് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഉണ്ടാക്കിയാണ്ട് തിന്നണത്, ഉപ്പിലിട്ട് വെച്ചല്ല അച്ചാറിട്ട് വെച്ച ഞാൻ കണ്ടിക്കണ്. ഞാൻ അവിടുന്ന് കേട്ടോ ആദ്യമായിട്ട് നമ്മളെ ഈ ഒരു മാങ്ങ തിന്നണം, നമ്മളെ വള്ളിമാങ്ങ തിന്നണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ഉഷാറ് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അച്ചാർ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ രണ്ട് ഭാഗത്തു കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെറുതെ ഇരച്ച് വരും. അത് രസമാണല്ലേ അച്ചാർ കാണുമ്പോൾ. അങ്ങനെയാണ് വായിലെപ്പോഴും വെള്ളം ഊറുന്ന ഒരു സാധനം എന്താ വെച്ചാൽ ഈ അച്ചാർ തന്നെ കയറില്ല. അതിൻ്റെ ആ ഒരു പുളിയും എരും ഒക്കെ പാടങ്ങോട്ട് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അത് വരും. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എടുത്ത് പോന്നോളിട്ടോ, ഞാനിട്ട അച്ചാറാണ്, അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഞാൻ തന്നെ എന്നെ പൊക്കി പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെയുണ്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഉഷാറായിരുന്നു. ഞാൻ ഇട്ടയിലേക്കാട്ട് കുറച്ചുകൂടി നല്ലൊരു അച്ചാർ ഇതായിട്ടേക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ എൻ്റെ അച്ചാറും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്, കാരണം അച്ചാർ ഇടുന്നത് ഇവിടെ ഞാൻ കുറച്ചേ അച്ചാർ ഇടലുള്ളൂ കേട്ടോ. പൊതുവേ അച്ചാർ ഇടലേക്ക് താല്പര്യമില്ല. ഒന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പം അമ്മനെ കൊണ്ട് ഇടിയിച്ചിട്ട് കൊണ്ടുവരലാണ്. അപ്പോൾ വേറൊരാൾ വെച്ച് തരുമ്പോഴും ഇട്ട് എന്തെങ്കിലുമൊക്കെ സാധനം തരുമ്പോഴും അതിന് ഇത്തിരി ടേസ്റ്റ് കൂടുതലാകുമല്ലോ. അങ്ങനെയാണ് എൻ്റെ ഒരു അച്ചാറിനോടുള്ളൊരു കമ്പം, അങ്ങനെയാണ്. പിന്നെ ഒന്ന് ചൂടാറി ഒന്ന് വന്ന ശേഷം സുർക്ക ചേർത്ത് കൊടുത്ത്, സുർക്ക വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ചാറും കാര്യങ്ങളൊന്നും വേണ്ട വെച്ചിട്ട് തന്നെ ഇത്തിരിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അത് അച്ചാറ് തൊട്ട് കൂട്ടിയാണ്ട് ഒരു കഞ്ഞി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിക്കാരം. അപ്പം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ സ്കൂളിൽ TC വാങ്ങാൻ ചെല്ലാൻ പറയുന്നുണ്ട്. TC വാങ്ങണം, വേറെ സ്കൂൾക്ക് ചേർത്തണം, അങ്ങനെയൊക്കെയാണ്. കുഞ്ഞാറ്റ 8ക്കാണല്ലോ, അപ്പം ഇനി വേറെ സ്കൂളിൽ ചേർത്തണം, പുതിയ യൂണിഫോം, പുതിയ സ്കൂള്, പുതിയ കുട്ടികൾ, അങ്ങനെയൊക്കെയാണ് ഇനി വരുന്നല്ലേ. കുറേ ഒന്നുകൂടിയും വലുതായിട്ടുണ്ട്, ഒരു ക്ലാസ്സും കൂടിയും മേലൊക്കെ കയറിയിട്ടുണ്ട് ഓള്. മറ്റോളും തന്നെ എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ്, കൊല്ലം ചെല്ലും തോറും ഓരോരോ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ അടക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇന്ത്യ പാക് യുദ്ധം കഴിഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല, ജീവിച്ച് തീർക്കണമല്ലോ. ഈ ഒരു ഭൂമിയിൽ വന്നാൽ പിന്നെ ജീവിച്ച് തീർക്കുക തന്നെ വേണം. അങ്ങനെ ഞാനിതാ രാവിലെ തന്നെ ഒരു കാര്യം കണ്ടതാട്ടോ, ഇത് നിങ്ങളോട് പറയണമെന്നും വിട്ടുപോയതാണ്. ഇതിപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ, മൂപ്പത്തിയാർ മുട്ട ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. സംഭവത്തിൽ മൂപ്പത്തി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ണൻ്റെ ഷർട്ട് അവിടെ തിരുമ്പാൻ വേണ്ടിയിട്ട് വെച്ചതേന്നും, അതിൻ്റെ ഉള്ളിൽ കെട്ടി കുടുങ്ങിയതാ. ഓൻ്റെ കൈയില്ലേ, ആ ഷർട്ടിൻ്റെ കൈയിൻ്റെ ഉള്ളിൽ കൂടിയാണ് മൂപ്പത്തിയാരെ തല വന്നിക്കണത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് കയറി വരുന്ന ആ ഒരു നേരത്തെ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണത്. അപ്പോൾ ഞാൻ തന്നെ മേടിച്ചു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ തല മാത്രം കണ്ടപ്പോൾ ഒരു സമാധാനം, ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്ന് നോക്കിയാൻ. പിന്നെ തപ്പി തിരയിലായിപ്പോയി, ഇതിൻ്റെ കൈ എവിടെ കാല എവിടെയെന്ന് നോക്കിയാണ്ട്. മുട്ട ഇടാൻ കയറണ ഇജാതി കയറലൊക്കെ കയറിയ മുട്ടയല്ല വരാ, ഓളെ തല തന്നെ പുറത്തേക്ക് വരൂല. അവസാനം ഞാൻ കണ്ടുപിടിച്ചിട്ടോ, ഈ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് എൻ്റെ ഓളെ കാലൊക്കെ കിടക്കണത്. നോക്ക് മുട്ടയിടും വേണ്ട, ഒന്നും വേണ്ട, ഇതിൽക്കൊന്നും പുറത്തിറങ്ങിയാൽ മതി എന്നായിപ്പോയി.
സമാധാനമായി. ഇതാ പുറത്തിറങ്ങിയപ്പോൾ പാവം വിറച്ചിട്ട് ഭയങ്കര വിറക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഓളെ സന്തോഷത്തോടെ പറഞ്ഞേച്ച്. പിന്നെ ഇതാക്കണ പിന്നുള്ള ദിവസത്തിലൊന്നും ഇത് മുട്ടയിടാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടില്ല കേട്ടോ. ഓക്ക് മതിയായി തോന്നുന്നുണ്ട്.